എല്ലാവർക്കും നമസ്തേ. ഹാപ്പിനെസ് 90 ഡേയ്സ് ചലഞ്ച്. ആ വാക്കത്ര ഹാപ്പിനെസ് 90 ഡേയ്സ് ചലഞ്ച് എന്നതിനേക്കാളും നമുക്ക് ട്യൂൺ യുവർ മൈൻഡ് 90 ഡേയ്സ് എന്നായിരിക്കും ശരിക്കും. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് 90 ഡേയ്സ് ചലഞ്ച് ഒന്നും വേണ്ട. ഹാപ്പിനെസ് ഓൾറെഡി ഉള്ള സാധനം. അതിനൊരു വാക്ക് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മൾ ട്യൂൺ യുവർ മൈൻഡ്, മനസ്സിനെ അറിയുക, ജീവിതം ആസ്വദിക്കുക. ഇതാണ് നമ്മുടെ വാക്ക്. ഇതാണ് യഥാർത്ഥ നമ്മുടെ അർത്ഥം അവിടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിനെ ശ്രദ്ധിച്ചു, അമിത ചിന്തയിൽ നിന്ന് തിരിച്ചു വരാൻ പഠിച്ചു, പ്രഭാതത്തെ സ്വന്തമാക്കാൻ പഠിച്ചു, അനാവശ്യ ചിന്തകളെ തിരിച്ചറിയാൻ പഠിച്ചു. പഠിച്ചോ ഇല്ലയോ? ഞാൻ പഠിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടു എന്ന് മാത്രമാണോ, പഠിച്ചു എന്നാണ്? പഠിച്ചെങ്കിൽ പഠിച്ചു എന്ന് എഴുതൂ, അല്ലെങ്കിൽ ഞാൻ കേട്ടു എന്ന് എഴുതിക്കോളൂ. രണ്ടും ഒന്ന് തന്നെ നിങ്ങളെ സംബന്ധിച്ച്. പഠിച്ചവർക്ക് പഠിച്ചു എന്ന് ധൈര്യപൂർവ്വം എഴുതാം, ടൈപ്പ് ചെയ്തോളൂ. പഠിച്ചെങ്കിൽ, അതായത് കഴിഞ്ഞ 5 ദിവസങ്ങളിൽ 4 ദിവസങ്ങൾ നമ്മൾ ക്ലാസ്സുകൾ എടുത്തു. ആദ്യത്തെ ദിവസം ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഒന്നാമത്തെ ദിവസം നമ്മളെ ശ്രദ്ധിക്കാൻ പഠിച്ചു. ഞാൻ പഠിച്ചു എന്ന് പറയും, നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കേട്ടു എന്ന് പറഞ്ഞു. അമിത ചിന്തയിൽ നിന്ന് തിരിച്ചു വരാൻ പഠിച്ചു, പ്രഭാതത്തെ സ്വന്തമാക്കാൻ പഠിച്ചു, അനാവശ്യ ചിന്തകളെ തിരിച്ചറിയാൻ പഠിച്ചിട്ടുണ്ട്. ഓർണോ നോക്കട്ടെ, പഠിച്ചവർ എത്ര പേരുണ്ട്? പഠിച്ചു. ഓക്കെ. അപ്പോൾ പഠിച്ചവരോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പം ആർക്കും അമിത ചിന്തയൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാനും എൻ്റെ അടുത്ത് വന്നിട്ട് സാറേ അമിത ചിന്ത എന്ന് പറയില്ല. എല്ലാവരും പഠിച്ചല്ലോ, എങ്ങനെ മാറ്റണമെന്ന് പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു. നല്ല കുട്ടികൾ. നോക്കൂ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. പലർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുകയും പക്ഷെ ചില സമയത്ത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എന്താണെന്ന് പറയാൻ പറ്റുമോ? പലർക്കും അത് ഉണ്ട് എന്ന് ധരിക്കുന്നു, പക്ഷെ ആ ഘട്ടം വരുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്നു. നഷ്ടപ്പെട്ടു എന്നല്ല, അത് നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ജീവിതത്തിൽ ഓരോ മനുഷ്യനും ആവശ്യമുള്ള ഒരു വലിയ ശക്തിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. വാക്കേതാണെന്ന് അറിയാൻ പറ്റുമോ? ആത്മവിശ്വാസം. ആത്മവിശ്വാസം എന്നതിനെ പറ്റിയാണ്. എത്ര പേർക്ക് ആത്മവിശ്വാസം ഉണ്ട്? ഇവിടെ എല്ലാത്തിനുമുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് എന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? യെസ്, ഗീത കറക്റ്റ് പറഞ്ഞു. ആത്മവിശ്വാസം. ഒന്ന്, നിങ്ങൾ സത്യസന്ധമായി പറയുക, ജീവിതത്തിൽ പല അവസരങ്ങളും നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടില്ലേ? എനിക്ക് പറ്റുമോ എന്ന സംശയം കൊണ്ട് മാത്രം സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാതിരിക്കുക, അല്ലെ മിണ്ടാതിരിക്കുക, തുടങ്ങേണ്ട കാര്യങ്ങൾ നാളെ നോക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുക. സ്ഥിരമായിട്ടുള്ള സാധനം മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന ഭയം കാരണം നിങ്ങളുടെ കഴിവുകളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എഴുതിക്കോളൂ. എനിക്ക് ചിലപ്പോൾ ആത്മവിശ്വാസക്കുറവുണ്ട് എന്ന്, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ആത്മവിശ്വാസക്കുറവ് തോന്നാറുണ്ട് എന്ന് നിങ്ങൾ കൺഫേം ചെയ്യുക. അങ്ങനെ അങ്ങ് എഴുതി കഴിഞ്ഞാൽ ഞാനൊന്ന് തോറ്റ ആളായി പോകൂല അല്ലേ? അങ്ങനെ എഴുതുന്നത് ശരിയാണോ എന്ന് ഒരു നിമിഷം ആലോചിക്കുന്നത്. ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ ആത്മവിശ്വാസം കുറഞ്ഞ ആളായി മാറില്ലേ? ഒരിക്കലുമില്ല. അത് സത്യസന്ധമായിട്ടുള്ള തിരിച്ചറിവാണ്. ഞാൻ പറഞ്ഞു, ഈ ക്ലാസ് മുഴുവൻ നിങ്ങൾക്ക് ആദ്യം ഞാനൊരു തിരിച്ചറിവ് നടത്തും, എന്നിട്ട് അത് എങ്ങനെ മാറ്റാമെന്ന് നടത്തും, പിന്നെ അത് ഉറപ്പിക്കും. ഞാൻ മാറ്റി എന്നുള്ള ഉറപ്പ് 3 ഘട്ടങ്ങളിലൂടെയാണ് ഈ ക്ലാസ് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവുണ്ടോ എന്ന് തിരിച്ചറിയുക. എനിക്കെന്തായാലും ചില സമയത്ത് ആത്മവിശ്വാസക്കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൺഫേംഡ് ആണ്, എനിക്ക് ആത്മവിശ്വാസക്കുറവ് തോന്നാറുണ്ട്. അപ്പോൾ ഈ തിരിച്ചറിവാണ് നമുക്കെപ്പോഴും ആദ്യ പടിയായിട്ട് ഉപയോഗിക്കേണ്ടത്. അതായത് എനിക്ക് ആത്മവിശ്വാസക്കുറവുണ്ട് എന്ന് തോന്നുന്ന ഒരാൾക്ക് മാത്രമേ ആത്മവിശ്വാസം വേണമെന്ന് സമ്മതിക്കാൻ സാധിക്കുകയുള്ളൂ. യെസ് അല്ലേ? അപ്പോൾ യൂട്യൂബിൽ കയറി, ഇവിടുന്ന് പറയുന്നതിനേക്കാൾ ഇവിടെ ഉള്ളവർ, യൂട്യൂബ് കാണുന്നവർ, നിങ്ങൾ എല്ലാവരും യൂട്യൂബിൽ ഒന്നുകൂടി കാണണം. കാണുമ്പോൾ അവിടെ കൺഫേം ആയി പറയുക, എനിക്ക് ആത്മവിശ്വാസക്കുറവുണ്ട്. ഉള്ളവരുണ്ട്, എനിക്ക് ഇന്നൊരു ആത്മവിശ്വാസക്കുറവുണ്ട്, ഞാൻ ഈ ഷർട്ട് ഇട്ടപ്പോൾ എനിക്ക് എത്ര സുഖം, എനിക്ക് ആത്മവിശ്വാസക്കുറവുണ്ടെന്ന് സംസാരിക്കാം അല്ലേ? അങ്ങനെ പല കാര്യങ്ങൾക്ക്, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആത്മവിശ്വാസം എന്നത് ചിലർക്ക് ജനിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകമായ ഭാഗ്യമൊന്നുമല്ല. ആത്മവിശ്വാസം കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്നൊരു സംഭവവുമല്ല. ആത്മവിശ്വാസം വളർത്തിയെടുക്കേണ്ട ഒരു കഴിവാണ്.
അപ്പൊ നിങ്ങൾക്കിപ്പോൾ ആത്മവിശ്വാസം ഇല്ല എന്ന് തോന്നുന്നെങ്കിൽ, അല്ലെ എനിക്ക് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ, ഞാനത് വളർത്തിയെടുക്കുക തന്നെ വേണം. വേറെ വഴികളൊന്നും അവിടെ ഇല്ല. നോക്കൂ, ഒരു ചെറിയ കുട്ടി നടക്കാൻ പഠിക്കുന്നതിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആദ്യം വീഴും, പിന്നെ വീണ്ടും എഴുന്നേക്കും, വീണ്ടും വീഴും. നമ്മളൊക്കെ അങ്ങനെയാണ് വന്നത്. പിന്നെയും ശ്രമിക്കും, ഒരു ദിവസം നടക്കാൻ പഠിക്കും. ആ കുട്ടിക്ക് ആദ്യം തന്നെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ പ്രവർത്തനം ആവർത്തിച്ചപ്പോൾ ആത്മവിശ്വാസം വളർന്നു വരികയാണ് ചെയ്തത്. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പലരും കാത്തിരിക്കുന്നത്. എനിക്ക് ആത്മവിശ്വാസം വന്നാൽ ഞാൻ തുടങ്ങാം. പക്ഷെ യാഥാർത്ഥ്യം അത് നേരെ വിപരീതമാണ് എന്ന്. നിങ്ങൾ തുടങ്ങുമ്പോൾ മാത്രമാണ് ആത്മവിശ്വാസം വരുന്നത് എന്നതാണ് സത്യം. ഏതൊരു കാര്യത്തെയും നമ്മൾ തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്കത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കുക. നമ്മൾ പൊതുവെ അത് തുടങ്ങാൻ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇല്ലേ? ഇതാണല്ലേ നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ചെറിയൊരു പ്രവർത്തനം, ഒരു കാര്യം ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ഭയം കുറയുന്നു എന്നുള്ളതാണ് കണക്ക്. വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും ഭയം കുറയും. മനസ്സ് അത് വിശ്വസിക്കാൻ തുടങ്ങും. തുടർച്ചയായി ചെയ്യുമ്പോൾ ആത്മവിശ്വാസം നിങ്ങളുടെ സ്വഭാവത്തിന്റെ, അവരവരുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുന്നു എന്ന്. അപ്പൊ ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വളരെ കോറായിട്ടുള്ള കാര്യം. എന്താണ്? വളരെ കൃത്യമാണ്. നമ്മൾ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ വിചാരിച്ച കാര്യത്തെ അങ്ങ് ചെയ്യാൻ തുടങ്ങിയേക്കുക. വീണ്ടും ചെയ്യുക, വീണ്ടും ചെയ്യുക, വീണ്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് നടക്കും. ഇപ്പൊ നിങ്ങൾ കാർ വണ്ടി ഓടിക്കുന്നവരോട്, ഇല്ലാത്തവരോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പതുക്കെ 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 പഠിച്ചതാ. ഇന്ന് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി, നല്ല കോൺഫിഡൻസോടു കൂടി വണ്ടി ഓടിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ നടന്ന കാര്യമല്ല. അപ്പോ നിങ്ങൾ ഇത് റെഡിയാണ്, നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ ആത്മവിശ്വാസം ഞാൻ വളർത്തും എന്നൊന്ന് കൺഫേം ചെയ്യുക. നിങ്ങൾ ആത്മവിശ്വാസം വളർത്താൻ ഇപ്പോൾ തയ്യാറാവുക. ആർക്കാണോ ആത്മവിശ്വാസക്കുറവുള്ളത്, എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്കുമുണ്ട്. ഞാനത് വളർത്തുക മാത്രമാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ ആത്മവിശ്വാസം ഞാൻ വളർത്തുമെന്ന് കൺഫേം ചെയ്യുക. നമ്മുടെ ആത്മവിശ്വാസത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പുറത്തുള്ള ആളുകളാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നും, അല്ലെ? അല്ല എന്നുള്ളതാണ് പഠനം. നമ്മൾ നമ്മോട് സംസാരിക്കുന്ന രീതിയാണ്, നമ്മുടെ ഉള്ളിൽ പറയുന്ന രീതിയാണ് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ തോത് നിർണ്ണയിക്കുന്നത്. ഓ, അതെങ്ങനെയല്ലേ? മറ്റുള്ളവരെന്നെ പ്രോത്സാഹിപ്പിച്ചില്ല, മറ്റുള്ളവരെന്നെ കുറ്റം പറയുമോ, മറ്റുള്ളവർ അങ്ങനെ പറയുമോ എന്ന് ചിന്തിച്ചിരുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്നത് പുറത്തുള്ള ആൾക്കാരല്ല. നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ ആദ്യം കേൾക്കുന്ന നമ്മളാണെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം. എനിക്ക് പറ്റില്ല, ഞാൻ അത്ര നല്ലൊരാളല്ല, മറ്റുള്ളവർ എന്നെക്കാളും നല്ലവരാണ്. നല്ലവരാണെന്ന് വെച്ചാൽ കഴിവുള്ളവനാണ്, അവന് പറ്റും, അവന് സംഭവം അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ തെറ്റ് ചെയ്താൽ ആളുകൾ ചിരിക്കും, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ് ഉള്ളത്, ഇങ്ങനെ തന്നെ പോവുള്ളൂ, എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഈ വാക്കുകൾ വീണ്ടും വീണ്ടും മനസ്സിൽ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? മനസ്സത് സത്യമാണെന്ന് വിശ്വസിക്കും, അത്രേ ഉള്ളൂ. പിന്നെ അവസരം വന്നാൽ നമ്മൾ എനിക്ക് പറ്റില്ല, കാരണം ശീലമായിപ്പോയി. കഴിവുണ്ടെങ്കിലും ഉപയോഗിക്കാൻ കഴിയാതെ വരുമെന്നാണ്. അതുകൊണ്ട് ആത്മവിശ്വാസം വളർത്താനുള്ള രഹസ്യം നിങ്ങൾക്കറിയണം. എത്ര പേർക്ക് ആത്മവിശ്വാസം വളർത്താൻ രഹസ്യം അറിയണം? അവരവരെ പേര് എഴുതിക്കോളൂ, നോക്കട്ടെ എത്ര പേർക്ക് അറിയണം. ആർക്കും വേണ്ടേ ആത്മവിശ്വാസം അറിയാൻ രഹസ്യം? ആർക്കും വേണ്ടേ? പറഞ്ഞ പേര് നോക്കട്ടെ, എത്ര പേർക്ക് അറിയണം? അവരവരെ പേര് പറയും. യെസ്, കണ്ടോ, ഞാനൊരു രഹസ്യം പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. രഹസ്യം പോരട്ടെ. ഒന്നാമത്തെ രഹസ്യം കേട്ടോളൂ, എഴുതി വെച്ചോളൂ. ദ ഫസ്റ്റ് സീക്രട്ട് ഓഫ് കോൺഫിഡൻസ്.
നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന ഭാഷയെ അങ്ങ് മാറ്റുക. ചേഞ്ച് യുവർ ഓൺ ലാംഗ്വേജ്. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന ഭാഷയെ മാറ്റുക. നിങ്ങൾ നിങ്ങളെ തകർക്കുന്ന ഭാഷകൾ ഉപയോഗിച്ചാൽ ലോകം നിങ്ങളെ ഉയർത്താൻ ശ്രമിച്ചാലും ഉള്ളിൽ നിന്ന് നിങ്ങൾ താഴോട്ട് തന്നെ പോകും. അവനവനെ ഉയർത്തുന്ന ഭാഷ മാത്രം സംസാരിക്കുക. അവനവനെ തകർക്കുന്ന ഭാഷ ഇന്നു മുതൽ കൈവിടുക. ഭയങ്കര സന്തോഷാണ് ഇല്ലേ? പിന്നെ സന്തോഷത്തിന് ഭയങ്കരമല്ലേ ഉണ്ടാവുക? സന്തോഷത്തിനാ ഭയങ്കരം അല്ലേ? ഭയങ്കര. ഓ, അയാൾ ഭയങ്കര കാശുകാരനാ. നല്ല ഭാഷയല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാൾ ഭയങ്കര കാശുകാരനാ. എനിക്ക് ഭയങ്കര സന്തോഷം. ഭയങ്കരം എന്ന വാക്കിന്റെ അർത്ഥം ഭീവത്സം, അതിഭയാനകം, നമ്മൾക്ക് സാധിക്കുന്നതിന്റെ അപ്പുറത്തുള്ള വലിയ ഒരു പ്രതിബന്ധത്തെ അല്ലെ നല്ലതല്ലാത്തൊരു കാര്യത്തെ കുറിച്ചാണ് ഭയങ്കരം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അത് ഭയങ്കര കാശുകാരനാ. അപ്പൊ കാശ് എന്താ ഭയങ്കരാണോ? പറയുന്ന ആള് ശ്രദ്ധിക്കുക. കാശ് എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ച്, ഈ പറയുന്നയാൾക്ക് സംബന്ധിച്ച് ഭയങ്കരമായി മാറിയിരിക്കുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഭാഷ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെയല്ല ഭാഷയുടെ ശക്തി. വാക്കിന്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് ഒരുപാട് എക്സ്പെരിമെന്റ് നടത്താറുണ്ട് വാക്കിന്റെ ശക്തിയെക്കുറിച്ച്. എത്ര ഇങ്ങനെ എടുത്താൽ എത്ര ഉണ്ടാവും നമ്മൾ പറയുന്നതിനകത്ത്. സുഖാണോ? ഓ, കുഴപ്പമൊന്നുമില്ലെന്നേ. സുഖമാണ് എന്ന് പറയുകയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറയുന്നത് എന്താ? കുഴപ്പമൊന്നുമില്ലെന്നേ. എന്താ അത്? ബ്രെയിൻ എന്താ എടുക്കുക? ഈ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം കുഴപ്പം. അല്ലെങ്കിൽ സുഖം എന്ന് പറയുമ്പോൾ അല്ലേ, ആ, നല്ല സുഖം, ഇത്രയേ ഉള്ളൂ, നല്ല സുഖം, ഒറ്റ വാക്കിൽ തീരും. പറയുന്നില്ലേ? ഇത് നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവരോടും പറയുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ നേരത്തെ പറഞ്ഞു, എനിക്കിതിട്ട് ഞാൻ കോൺഫിഡൻസ് കുറഞ്ഞു. എന്താ സംഭവിക്കുന്നത്? തൊട്ടടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നത്? ഞാനൊരു 15 പ്രാവശ്യമെങ്കിലും എൻ്റെ ക്യാമറ നോക്കും. ഓ, കറക്റ്റാണ്. എന്താ സംഭവിച്ചത്? ഞാൻ നോക്കും. എന്തിനാ ഇതിന്റെ ആവശ്യം? ഞാൻ തന്നെ പറഞ്ഞ് കാണിച്ചത് എപ്പോഴും. എന്തിനാ ഇതിന്റെ ആവശ്യം? എനിക്കെന്താ പിന്നെ നിങ്ങളോട് പറയാതെ പോയിട്ട് ഷർട്ട് മാറ്റി വന്നാൽ തീർന്നില്ലേ? വിഷയം തീർന്നില്ലേ? ആരോട് പറയാൻ? ആരെന്തിനാ അതിന്റെ ആവശ്യം? എന്താ? ദാറ്റ്സ് നത്തിങ്. നമ്മള് സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയി അവനവനോട് പറഞ്ഞു. ഇത് ചെറിയ സംഭവമായിട്ടൊന്നും എടുക്കരുത്. നമ്മൾ മാറ്റേണ്ടത് ഇത്തരം പ്രക്രിയകളിലൂടെയാണ്. ഇപ്പൊ നേരത്തെ ഞാൻ മെഡിറ്റേഷൻ കഴിഞ്ഞ് വന്നപ്പോ അഫർമേഷൻ എഴുതിയപ്പോ കുമാരി പ്രഭു പറഞ്ഞ വാക്കിനെ ഞാൻ അപ്പൊ അപ്രീഷിയേറ്റ് ചെയ്തു. എന്ത് ക്ലാരിറ്റിയാണ് പറഞ്ഞ വാക്കുകൾക്ക്! എത്ര സമന്വയം പാലിച്ചുകൊണ്ടാ പറയുന്നത്! ഇത് മാറ്റമാണ്, ഇവിടെ വന്നുണ്ടാക്കിയ മാറ്റമാണ്. ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കണം. പ്രാക്ടീസാണ്. ഓക്കെ. അപ്പോ ഇന്നു മുതൽ നിങ്ങൾ തീരുമാനിക്കുക പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളെയും, നേരത്തെ പറഞ്ഞില്ലേ ഏതോ ഒരു സാധനം നമ്മളിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള, ആ സാധനം കൊണ്ടുവന്ന് അവിടെ വെക്കുക. എന്താണ്? ബോധം കൊണ്ടുവന്ന് വെക്കുമ്പോൾ മനസ്സിലാവും. ഇന്ന് കുറേ വർഷങ്ങളായി പറഞ്ഞ് ശീലിച്ചാണ്, പക്ഷെ ഇനിയെങ്കിലും ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ നിങ്ങളെ പിന്തുണക്കുന്ന ഭാഷ ഉപയോഗിച്ചാൽ ലോകം സംശയിച്ചാലും നിങ്ങൾ പതുക്കെ പതുക്കെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളത്. അപ്പോൾ ഓരോ നിമിഷവും ഇന്നു മുതൽ നിങ്ങൾ പറയുക, ഞാനത് പഠിക്കുകയാണ്, ഞാൻ വളരുകയാണ്, എനിക്കത് പറ്റും, ഞാൻ അതിനു വേണ്ടി ശ്രമിക്കും, ഞാൻ എന്നെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയുള്ള നമ്മളെ ഉയർത്തുന്ന വാക്കുകൾ പറഞ്ഞ് ശീലിക്കുക. അപ്പൊ എഴുതിക്കോളൂ താഴെ, ഞാൻ എന്നെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. എഴുതിക്കോളൂ, ഞാൻ എന്നെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഇനി ആത്മവിശ്വാസം വളർത്താനുള്ള ലളിതമായ ഒരു പരിശീലനം കൂടി പറഞ്ഞു തരാം. ഇത് വലിയൊരു കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ ദിവസേന ചെയ്താൽ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. മാറ്റമുണ്ടാക്കിയവരാണ് നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ്സിൽ വന്നിട്ടും ജൂനിയർ മൈൻഡ് സെറ്റിലും ജീവിതം തിരിച്ചു വെച്ച്, എന്താ പറയാ, മാറ്റിമറിച്ചവരാണ് ഇവിടെ. ലളിതമായിട്ടുള്ള ഒരു പ്രാക്ടീസ്.
ഇന്ന് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ആത്മവിശ്വാസമുള്ളവരോ ഇല്ലാത്തവരോ ആരുമായിക്കോട്ടെ, ഇന്നൊരു ചലഞ്ച് എടുക്കുക. നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചലഞ്ച് പറഞ്ഞുതരാം, ഏറ്റവും എളുപ്പമുള്ള ചലഞ്ച്. നിങ്ങൾ ഇന്ന് നന്നായിട്ടൊന്ന് ഡ്രസ്സ് ചെയ്യുക. എല്ലാവരും എന്തായാലും നമുക്ക് നല്ല ചുരിദാറും നല്ല സാരിയും ഒക്കെ ഉടുക്കാറുണ്ടല്ലോ. നന്നായി ഒന്ന് ഡ്രസ്സ് ചെയ്യുക. എത്ര സമയം എടുക്കും? ഭയങ്കര തിരക്കിൽ ഓടുന്നവർ ഓഫീസിൽ പോകുന്ന ഓഫീസിൽ തന്നെ അതേ ഡ്രസ്സ്. നന്നായി ഡ്രസ്സ് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് നീറ്റ് വൃത്തിയായി ഡ്രസ്സ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുമോ? നല്ല ഡ്രസ്സ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ആത്മവിശ്വാസം കൂടുമല്ലോ. ഒന്ന് ചെയ്തേക്കുക കോൺഫിഡൻസ്. അതിനുശേഷം നിങ്ങളുടെ ഫോൺ അങ്ങ് എടുക്കുക. എല്ലാവരുടെ കയ്യിലുണ്ട്. ആ ഫോണിൽ 2 ക്യാമറയുണ്ട്. ഒന്ന് നിന്നെ കാണാനും ഒന്ന് മറ്റുള്ളവരെ കാണാനും. അറിയോ ആ വാക്കിന്റെ അർത്ഥം? ഒന്ന് നിന്നെ കാണാനും ഒന്ന് മറ്റുള്ളവരെ കാണാനും എന്ന് പറയും. അതായത് ഒന്ന് അകത്തെ കണ്ണും ഒന്ന് പുറത്തെ കണ്ണും, രണ്ടെണ്ണം ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഉണ്ടായി വരുന്നത് അകത്തെ കണ്ണിലേക്കാണ് നമ്മൾ പോരുന്നത്. മുമ്പ് എല്ലാം നമ്മൾ പുറത്തെ കണ്ണിലായിരുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ അകത്തെ കണ്ണ് ഓപ്പൺ ആക്കാൻ തുടങ്ങിയ നിങ്ങൾക്ക് ഈ ക്യാമറയുടെ ഫ്രണ്ടിലെ കണ്ണ് ഒന്ന് ഓപ്പൺ ആക്കുക. സെൽഫി എന്ന് പറയും. ഫോൺ എടുക്കുക, സെൽഫി എടുക്കുക. എന്നിട്ട് അതിൽ വീഡിയോന്റെ ഒരു ബട്ടൺ ഉണ്ട്. ഫോട്ടോ അല്ല, വീഡിയോന്റെ ബട്ടൺ. എന്നിട്ട് അതിലെടുത്തിട്ട് നോക്കുക. ആഹാ, ഈ കൊള്ളാലോടാ മോനെ ദിനേശ. ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് 2 മിനിറ്റുള്ള എന്തെങ്കിലുമൊക്കെ അവനവനെ പറ്റി പറയുക. പറയുമ്പോൾ ഞാൻ പറഞ്ഞു, വാക്കുകൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നമ്മൾ വീഡിയോയിൽ എടുക്കുമ്പോൾ നമുക്ക് നമ്മൾ സ്വതസിദ്ധമായ ഒറിജിനൽ ഭാഷ വരും, ഒറിജിനൽ വാക്കുകൾ വരും. ശ്രദ്ധയോടെ ബോധത്തോടെ അതിലൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് നേരെ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കുക. ഒന്നും പേടിക്കണ്ട. ആരും ആർക്കും തയ്ച്ചു കൊടുക്കും. നന്നായിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ടല്ലോ, സുന്ദരിയാണ്, സുന്ദരനാണ്, വാക്കുകൾ നല്ല മാധുര്യമുണ്ട്, വാക്കുകൾ നന്നായി പറഞ്ഞു, പിന്നെന്താ പരാതി? ആർക്കും പരാതിയില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടില്ലേ, മേഘങ്ങൾ പോലെ തെളിഞ്ഞു വരും അല്ലേ. ഇപ്പൊ ഞാനിവിടെ പാർക്കിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം തോന്നില്ല? കുറച്ചും കൂടി എന്ത് രസമാണ് സാർ രാവിലെ തന്നെ പാർക്കിൽ പോയിരുന്നു അല്ലേ. അപ്പൊ അതുപോലെ നമ്മൾ ആത്മവിശ്വാസത്തെ കൊണ്ടുവരാൻ ഇന്ന് സെൽഫി പ്രാക്ടീസ് ആണ് തരുന്നത്. നമ്മൾ സ്ഥിരമായി കണ്ണാടി പോയി നിൽക്കുന്നത് പറഞ്ഞാൽ കണ്ണാടിയിൽ പോയി സംസാരിക്കാം, സെൽഫി തന്നെ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഒന്ന് നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കാൻ സെൽഫി എടുത്തിടുക, വീഡിയോ എടുത്തിട്ട് ഒരു ചലഞ്ചായിട്ട് എടുക്കുക. അത് ചലഞ്ചാണല്ലോ നമ്മൾ എടുക്കുന്നത്. ഇന്നത്തെ ചലഞ്ചിൽ എത്ര പേര് പങ്കെടുക്കും? ടൈപ്പ് ചെയ്തേ. ഇന്നത്തെ ഈ ചലഞ്ചിൽ, വീഡിയോ അല്ല സെൽഫി ചലഞ്ചിൽ എത്ര പേര് പങ്കെടുക്കും നോക്കട്ടെ. ഞാൻ എത്ര എൻ്റെ നല്ല കുട്ടികളുണ്ട് ഇന്ന് സെൽഫിയിൽ പങ്കെടുക്കാൻ റെഡി ആയിരിക്കുന്നത്. ഞാൻ രാവിലത്തെ മോട്ടിവേഷനിൽ പങ്കെടുത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇന്നത്തെ സെൽഫി ചലഞ്ചിൽ പങ്കെടുക്കാൻ എത്ര റെഡിയാണ്? റെഡി 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 പോരട്ടെ. എല്ലാവരും കാണണം, എല്ലാ ഗ്രൂപ്പിലും നിങ്ങൾ ഇടണം. അപ്പോ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്തൊരു പരിപാടിയും കൂടി പറഞ്ഞുതരാം. പോവുക. സെൽഫി എടുക്കാൻ പറ്റാത്തവർക്ക് കേട്ടോ, സെൽഫി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നവർക്കുണ്ടെങ്കിൽ പാവം പല ആൾക്കാരും അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ഇപ്പോൾ തന്നെ പോവുക. നിങ്ങളുടെ വീട്ടിലുള്ള ഏറ്റവും വലിയ കണ്ണാടി, ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിർബന്ധമായി എന്ത് കടമുണ്ടായാലും ശരി, നിങ്ങൾ ഒരു വലിയൊരു കണ്ണാടി വീട്ടിലേക്ക് വാങ്ങിക്കണം. നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിലോ, അതിന് മാറ്റിവെച്ച കാശുണ്ടെങ്കിലോ, ഭണ്ണാരത്തിലിട്ട കാശുണ്ടെങ്കിലോ പൊട്ടിക്കുക. ഒരു വലിയ കണ്ണാടി വീട്ടിൽ വെച്ച്, ഏറ്റവും വലിയ, എത്ര വാങ്ങിക്കാൻ പറ്റും അത്രയും വലിയ കണ്ണാടി. ആ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുക. നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുക, നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുക. ആ കണ്ണുകളിലേക്ക് നോക്കി ആദ്യം കുറച്ച് ഭയങ്കര അസ്വസ്ഥതയൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ചിലപ്പോൾ ചിലർക്ക് ചിരി വരാം, ചിലർക്ക് ലജ്ജ വരാം, നാണം കുടുങ്ങും. ഇത് സ്വാഭാവികമാണ്. കാരണം പലരും ജീവിതത്തിൽ മറ്റുള്ളവരെയാണ് നോക്കിയിട്ടുള്ളത്, പക്ഷെ സ്വയം സ്നേഹത്തോടെ നോക്കിയിട്ടില്ല. ആ നോക്കിയ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് മുന്നിൽ നിൽക്കുമ്പോൾ ശരീരത്തെ ഒന്ന് നേരെ നിർത്തുക, തോളുകൾ അല്പം പിന്നിലേക്ക് വെക്കുക, തല താഴ്ത്താതിരിക്കുക, ശ്വാസം എടുക്കുക. എന്നിട്ട് പതുക്കെ ഈ 3 വരികൾ എഴുതി വെച്ചോളൂ. അതും കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുക. അവനവന്റെ കണ്ണിലേക്ക് നോക്കി പറയുക. ഞാൻ നല്ല കഴിവുള്ളവനാണ്, ഞാൻ നല്ല കഴിവുള്ളവനാണ്. വിശ്വസിക്കില്ല അല്ലേ? വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഇത് പറഞ്ഞേ പറ്റൂ. ഞാൻ നല്ല കഴിവുള്ളവനാണ്. ഇല്ലാത്തവരാരും ആരുമില്ല, എല്ലാവർക്കും കഴിവുണ്ട്. ഞാൻ എന്നെ വിശ്വസിക്കാൻ തുടങ്ങുന്നു, ഞാൻ എന്നെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഇന്ന് ഞാൻ ഒരു ചെറിയ
ധൈര്യമുള്ള നടപടി ചെയ്യും. ഇന്ന് ഞാൻ ഒരു ചെറിയ ധൈര്യമായ നടപടി ചെയ്യും. ഈ വാക്കുകൾ വെറും വാക്കുകളായിട്ടൊന്നും നിങ്ങൾ കരുതണ്ട. ഇതിന്റെ പവർ എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള മാറ്റമാണ് വരാൻ പോകുന്നത്. അതിമനോഹരമായിട്ടുള്ള മാറ്റമാണ് വരാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ നൽകുന്ന പുതിയ നിർദ്ദേശമാണ്. വർഷങ്ങളായി ഉള്ളിൽ കേട്ട് വരുന്ന എനിക്ക് പറ്റില്ല, ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ ശ്രമിക്കില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നതൊക്കെ ഒറ്റ വാക്കിൽ മാറ്റി പറയും. ഞാനത് ശ്രമിക്കും എന്ന് പറയുന്ന പുതിയ ശബ്ദം അവിടെ നിങ്ങൾ സ്ഥാപിക്കുന്നു. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ഈ ചെറിയ കാര്യം ചെയ്യുക. അതിനുശേഷം ധൈര്യപൂർവ്വം ഏതെങ്കിലും ഒരു പരിപാടി നിങ്ങൾ മാറ്റിവെച്ച് നാളെ 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 എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഒരു പരിപാടി ഇന്ന് തന്നെ അങ്ങ് തുടങ്ങിക്കോളുക. ആരോട് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ, മാറ്റിവെച്ച ജോലി, അങ്ങനെ എന്തെങ്കിലും ആക്കുക. വായിക്കാനുള്ള പുസ്തകം വായിക്കാൻ വിചാരിച്ചത് വായിക്കുക, അങ്ങനെ. അല്ലെങ്കിൽ 5 മിനിറ്റ് നടന്നു നോക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുക, ഒരു പ്രവർത്തനം. കാരണം ആത്മവിശ്വാസം ചിന്തയിൽ നിന്ന് മാത്രം വരുന്ന ഒന്നല്ല എന്നും, ആത്മവിശ്വാസം പ്രവർത്തനങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഞാനിവിടെ രാവിലെ പഠിപ്പിക്കുന്നുണ്ട്, യൂട്യൂബിൽ ഞാൻ ഇട്ടു തരുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ പടിപടിയായിട്ടുള്ള വളർച്ചയ്ക്കാണ് തയ്യാറാവേണ്ടത്. ചിലർക്ക് ആത്മവിശ്വാസം വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവാം, പഴയ അനുഭവങ്ങൾ ഉണ്ടാവും, വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടാവും, പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, താരതമ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ കേട്ട വാക്കുകൾ ഉണ്ടാവാം. ഇവ നമ്മുടെ മനസ്സ് വലിയ സ്വാധീനം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ മാറ്റാനുള്ളവർക്ക് ഒന്ന് നമ്മൾ നേരിട്ട് 1 to 1 എടുത്ത് അതിനകത്ത് എവിടെയാണ് ഇത് ബ്ലോക്ക് ചെയ്യപ്പെട്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഞാൻ മാറ്റാനുള്ള നടപടി നേരിട്ട് തരും. അതുപോലെ തന്നെ നിങ്ങൾ മെമ്പർഷിപ്പ് ക്ലാസ്സുകളിലൂടെ കടന്നു വരിക. അവിടെ ഒരുപാട് പ്രാക്ടീസുകൾ ഇതുപോലെ ചെയ്യുന്നു. കുറെ നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ഇപ്പോൾ ജേർണി ടു ഹാപ്പിനെസ്സിൽ വീഡിയോന്റെ ബഹളമാണ്, ആൾക്കാർ ഫോട്ടോന്റെ ബഹളമാണ്. എടുത്തിടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് മാറാനുള്ള കാര്യമുണ്ടാകും. അപ്പോൾ സ്വയം മാറ്റാനുള്ള, നമ്മുടെ ഭാഷയെ മാറ്റാനുള്ള രീതികൾ നമ്മൾ പഠിക്കണം. അവനവനെ അറിയാനുള്ള സ്വയംബോധത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം. ഭയത്തെ നേരിടാനുള്ള ഘട്ടങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ദിനചര്യയിൽ ഡെയിലി ഡിസിപ്ലിൻ കൊണ്ടുവരാനുള്ള നമ്മളുടെ കാര്യങ്ങളൊക്കെ ഈ കൂട്ടായ്മയുടെ ഭാഗമായി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ തീരുമാനിക്കേണ്ടത്, എനിക്ക് എൻ്റെ ജീവിതം ശരിക്കും മാറ്റണം, എന്നെ സ്വയം വിശ്വസിപ്പിക്കാൻ എനിക്ക് പറ്റണം എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഹാപ്പിനെസ് മാസ്റ്ററി. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കഴിവുള്ളവരാണ്. ഓരോരുത്തരും അവനവരിൽ വിശ്വസിക്കുക എന്ന് വലിയൊരു കാര്യം ധൈര്യപൂർവ്വം ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ വൈകുന്നേരം ഇത് ചെയ്തു എങ്കിൽ നിങ്ങൾ വീണ്ടും ഉറങ്ങുന്നതിന് മുമ്പ് മറക്കരുത്, വന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ദിവസം ഞാൻ എന്നെ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങി എത്ര പേര് ഇവിടെ ഉണ്ട്? ഇന്ന് മുതൽ നിങ്ങളെ വിശ്വസിക്കാൻ, പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറായവർ എത്ര പേരുണ്ട്? നോക്കൂ, എന്നെ സംബന്ധിച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്ര രൂപത്തിൽ വേണമെങ്കിൽ എടുത്തു തരാം. തീരുമാനം നിങ്ങളാണ്. ഇതൊന്നും എന്നെ തല്ലണ്ട അമ്മാവ എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങളെ തല്ലാതെ തന്നെ നിങ്ങൾക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ മാറ്റത്തിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുക. വെറുതെ കേട്ടിരുന്നു പോലല്ല. ദൈവം നമുക്ക് 2 ചെവി തന്നു, അത് 2 ഉപയോഗിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല. ഒന്ന് അടച്ചു വെച്ചാലും ഇവിടെ പറഞ്ഞ് കേൾക്കാം. അല്ലേ? ഇത്രയും കാലം 2 ചെവി ഉപയോഗിച്ചില്ലേ? ഒന്നിലേ കേട്ട് ഒന്നിലേ വിട്ടില്ലേ? ഇനി ഒരു ചെവി അടച്ച് മറ്റേ ചെവി ഉപയോഗിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.